ദൈവത്തിന് മഹത്വം. ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച വളരെ കൺഫ്യൂസ് സ്റ്റേറ്റിലായിരുന്നു. സമനിച്ചാൻ പ്രസംഗിക്കുന്നു. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? വളരെ ഞാൻ പറയാൻ പോകുന്ന ഭാഗം അല്പം എന്താണ് സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മളെല്ലാം ഡീൽ ചെയ്യുന്ന നിത്യ സംഭവങ്ങളിൽ വളരെ ഡീൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അത് പറയുന്നത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നെല്ലാം ചിന്തിച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. സാധാരണ അങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നതൊന്നും യാതൊരു പ്രയോജനമില്ലാത്ത സ്വപ്നങ്ങളാണ്. പക്ഷേ ഇതിൽ സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ പ്രസംഗത്തിന് സബിൻജായൻ എന്നോട് പറയാണ്, വെൽക്കം, യു ആർ ഓൾസോ ഹാവ് ടു സേ ഡിവോഷൻ. ഞങ്ങൾ തമ്മിൽ യാതൊരു സംസാരമോ ഇത്ര കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ വിശ്വസിച്ചുമില്ല. കാര്യം ആ ഒരു സ്വപ്നം സാധാരണ സ്വപ്നം കാണുന്ന പോലെ ഞാൻ ചിന്തിച്ചതിൻ്റെ ഭാഗമായി കണ്ടു എന്നുള്ള ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിവിടെ വന്നിട്ട് തുടക്കം മുതൽ ജോയിച്ചാൻ പറയുന്ന നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്, ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് പോരാടുന്നതും. അത് വളരെ ശ്രദ്ധയോടെ പോരാടുന്ന നാം എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? നിത്യജീവന് വേണ്ടിയാണ് പോരാടുന്നത്. അതിൻ്റെ തുടക്കം മുതൽ സമജായം പറഞ്ഞ പ്രസംഗം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. ഇറ്റ് വാസ് ഗ്രേറ്റ് പ്രിവിലേജ് ആക്ച്വലി. അതിനുശേഷം ഇങ്ങനെയൊരു ഭാഗം ഇവിടെ പറയുവാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. സോ ഞാൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വേറെ ഒന്നുമല്ല, യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്ന കാര്യം നാം കേട്ടുവന്ന ഭാഗം തന്നെയാണ്. യോഹന്നാൻ 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. 2 കാര്യമാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിക്കും. ലോകത്തിൽ നിന്ന് ജയിക്കുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. ബാക്ക് ഇൻ 2005 നിങ്ങൾ ആരെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്, കരിയർ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തുടക്കത്തിൽ തന്നെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പാരഫ്രൈസ് ചെയ്ത് പറയുന്ന ഭാഗം ഇപ്രകാരമാണ്: നിങ്ങൾ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നിങ്ങൾ നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുക. കാരണം അന്ന് നമുക്ക് അറിയാം, കേരളത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ ഒരു വർഷം ഉദ്യോഗാർത്ഥികളായി പുറത്തു വരുന്നു. പക്ഷേ ആയിരക്കണക്കിന് ജോലികൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആരുടെയോ മനസ്സിൽ തോന്നിയ ഏതോ തത്വചിന്തയുടെ ഭാഗമായി എല്ലാവരും അതിനോടുകൂടി യോജിച്ചുകൊണ്ട് അതിൽ എഴുതി വെച്ചു, നിങ്ങൾ വിജയം എന്ന് പറയുന്നത് ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ വിജയിച്ചതായി മാറിയാൽ മാത്രമേ നിങ്ങളുടെ ഫൈനൽ പൂർത്തിയാവൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് നിങ്ങൾ നേട്ടങ്ങൾ കൊയ്ത് നിങ്ങൾ അതിൽ പൂർണ്ണമായി സംതൃപ്തി അടയുക. അങ്ങനെ നേട്ടങ്ങൾ കൊയ്ത് കുറേ നാൾ സംതൃപ്തി അടഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നേട്ടങ്ങൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ഒന്നും കൊണ്ട് നമ്മുടെ പാത്രത്തിൽ കൊണ്ടുവന്ന് കഴിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനും മനസ്സിലാക്കി, വിജയത്തിലേക്ക് എത്തിപ്പെടണം, ജോലി കണ്ടെത്തണം. ജോലി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഞങ്ങളുടെ കൂടെ അധികം പഠിക്കാതെ അടിമേടിച്ച് നടന്ന ആൾ ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി. അദ്ദേഹം കാനഡയിൽ ഓൾറെഡി സെറ്റിലായി. അപ്പോൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് പുള്ളിയും ഫാമിലിയുമായിട്ട് കടന്നു വന്നപ്പോൾ മനസ്സിലായി, പഠിച്ചവർ വളരെ ഫിലോസഫിയുടെ പുറകെ പോയി നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ള ചിന്താഗതിയിൽ കുറേ നടന്നു. അവസാനം രക്ഷയില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഠിച്ച ഒരാൾ നാട്ടിലിപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ആയിട്ട് ഒരു കട നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസ് കൊടുത്ത കട ഭാഗമായി. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്താണ് ബൈബിൾ വാസ്തവത്തിൽ നമ്മളോട് പറയുന്നത്? വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമുക്ക് യോജിച്ചതല്ല എന്ന് ബൈബിൾ മുഴുവനായും പറയുന്നത്. അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുവാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എല്ലാം ലോകത്തെ ജയിച്ചിരിക്കുന്നു. നേട്ടം കൊണ്ട് ഒന്നും ഇവിടെ കാര്യമില്ല, മറിച്ച് വിജയം കൊണ്ടേ കാര്യമുള്ളൂ. എന്താ വിജയം? വിജയം എന്നുള്ളത് നിത്യതയിലെത്തുക എന്നുള്ളതാണ്. നിത്യത നഷ്ടമായാൽ നമ്മുടെ നേട്ടങ്ങൾക്ക് എന്താണ് പ്രയോജനം? അതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പോൾ ഈ നിത്യത നഷ്ടമാകാതിരിക്കുന്നതിന് നമ്മൾ വിജയത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ജീവിക്കണം. ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ യോഹന്നാൻ സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നതാണ്. അദ്ദേഹം പറയുന്ന കാര്യമാണ്, നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണം. എന്താ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത്? സഹോദരനെ വെറുക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. എന്താ വെറുപ്പ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? സഹോദരനെ വെറുക്കുന്നവനെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? സഹോദരത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ
സഹോദരന് ഒരു ആവശ്യം വന്നു. ആവശ്യം വന്നാൽ ആ സഹോദരനെ സഹായിക്കാത്തവൻ സഹോദരനെ വെറുക്കുന്നവനാണ്. സഹോദരൻ ഒരു പ്രശ്നത്തിലകപ്പെട്ടു. ആ പ്രശ്നത്തിലകപ്പെട്ടാൽ സഹോദരനെ സഹായിക്കാതെ, സഹോദരൻ്റെ ആ പ്രശ്നത്തെ ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നവൻ സഹോദരനെ വെറുക്കുന്നവനാണ്. ഇനിയും സഹോദരനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സഹോദരനെ അവനോട് എൻ്റെ ഭാഗം ശരിയായി, അവൻ ഏതെങ്കിലും പ്രശ്നത്തിലകപ്പെട്ടു, അപ്പോൾ അവനെ പോയി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവനെ ഒന്നും കൂടെ ജയിലിൽ കയറ്റാൻ ശ്രമിക്കുന്നവൻ സഹോദരനെ വെറുക്കുന്നവനാണ്. അപ്പോൾ സഹോദരനെ വെറുക്കുക എന്ന് പറയുന്നത് എന്താ? അവൻ്റെ പ്രശ്നത്തിൽ, ഒരു സഹോദരൻ്റെ പ്രശ്നത്തിൽ അവൻ തെറ്റ് ചെയ്തവനാകട്ടെ, അവൻ നമ്മളോട് തന്നെ തെറ്റ് ചെയ്തവനാകട്ടെ, എന്നാൽ മറിച്ച് പോയി അല്ല, നീ തെറ്റ് ചെയ്തവനാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എങ്ങനെ നിനക്ക് അതിൽ നിന്ന് പുറത്തു വരാം എന്ന് അവനെ ചെന്ന് കണ്ട് സഹായിച്ച് പുറത്ത് കൊണ്ടുവരുത്താൻ ശ്രമിക്കുന്ന ഒരു സഹോദരൻ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് മറ്റേ ആൾ ചിന്തിക്കുന്നത്, ഇവൻ ഞാൻ ചിന്തിച്ചതുപോലെ അല്ലായിരുന്നല്ലോ, ഇവനിൽ മറ്റെന്തോ വ്യത്യസ്തമായ ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്ന കാര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ആ സ്വഭാവം ഇല്ല എങ്കിൽ നമ്മൾ വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോവില്ല. ആ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കണം, നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. സഭാപ്രസംഗിയിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്, ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ് കുറച്ചും കൂടെ ഈസി. അതിനകത്ത് പറയുന്നത്, ഗോഡ് ഹാസ് പുട്ട് ഇറ്റേണിറ്റി ഇൻ അവർ ഹാർട്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അണ്ടർസ്റ്റാൻഡ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇറ്റേണിറ്റി നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്. ഇറ്റേണിറ്റി എന്താണ്? നിത്യത എന്താണ്? നിത്യതയാണ് വിജയം. നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ഉണ്ട് എങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കവാടം ഇറ്റേണിറ്റിയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. ആ ദർശനം ദൈവം നമ്മളുടെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട്. ആ ദർശനം ഓരോ ദിവസവും നമ്മൾ നോക്കി നടക്കുന്നു എങ്കിൽ മാത്രമേ നമ്മൾ നിത്യയിലേക്ക് എത്തുള്ളൂ. അത് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സിലാക്കുള്ളൂ. എന്താണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം? അവിടെ പറയുവാണ്, എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ദുഷ്ടനെ വിധിക്കുവാനൊരു സമയം വെച്ചിട്ടുണ്ട്, നീതിമാനെ അംഗീകരിക്കുവാനൊരു സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ ഓടിച്ചെന്ന് ഒരു അംഗീകാരത്തിനോ ഓടിച്ചെന്ന് ഒരാളെ വിധിക്കുന്നതിനോ നമ്മൾ മുതിരരുത്. മറിച്ച് എന്തിനു വേണം? നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തിനു വെയിറ്റ് ചെയ്യണം? ദൈവത്തിൻ്റെ സമയം ആകുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ദൈവത്തിൻ്റെ സമയം ആകുന്നതിന് വരെയുള്ള വെയിറ്റിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നിങ്ങളെ യേശുവിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആ ഗെത്സമന തോട്ടത്തിൽ യേശു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരുണ്ട്, അവരെല്ലാവരും വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഉള്ളിൽ വളരെയധികം കലങ്ങിയിരിക്കുക. അവിടെ ഒരു കൂട്ടം പടയാളികൾ കടന്നു വന്നപ്പോൾ യേശുവിന് എതിരായി, യേശുവിൻ്റെ വിജയത്തിന് എതിരായി നിന്ന ഒരേ ഒരു കാര്യം യേശുവിൻ്റെ ദൈവത്വമായിരുന്നു. എന്താ? ദൈവത്വം കൊണ്ട് യേശുവിന് ആ പടയാളികളെ നശിപ്പിക്കാമായിരുന്നു. ദൈവത്വത്തിൻ്റെ ആ ഭാഗത്തിൽ യേശുവിന് അവിടെയുള്ള ഹന്നാവിനെയും കയ്യഫാവിനെയും പീലാത്തോസിനെയും അവിടെയുള്ള ഹെരോദാവിനെയും എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു. പക്ഷേ യേശു നോക്കിയത് ദൈവത്വം ഒരു വശത്തിരിക്കുമ്പോൾ മറുവശത്ത് നമ്മളെയും നമ്മളുടെ സഹോദരങ്ങളെയും ഇത്രയുമുള്ള എല്ലാ തലമുറകളെയും കാണുന്ന ഒരു വിജയത്തെ ദൈവം നോക്കി. ആ വിജയത്തെ കണ്ടുകൊണ്ട് യേശു പറയുവാണ്, എൻ്റെ ദൈവത്വത്തെ ഞാൻ മാറ്റിവെച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് അവിടെ നിന്ന് സകലരെയും നശിപ്പിക്കാമായിരുന്നു. പക്ഷേ യേശു ചിന്തിച്ചതല്ല. ഈ ഹന്നാവും കയ്യഫാവും പീലാത്തോസും ഹെരോദാവും അവിടെ വന്ന അറസ്റ്റ് ചെയ്യാൻ വന്ന യഹൂദനും റോമ പടയാളികളും യേശുവിനെ കുന്തം കൊണ്ട് കുത്തിയ പടയാളിയും യേശുവിനെ ചെകിട്ടത്തടിച്ചവരും യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചവരും നാളെ യേശുവിൻ്റെ രാജ്യത്ത് കാണണമെന്ന് യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു. വാസ്തവത്തിൽ നമുക്കങ്ങനെ ആഗ്രഹമുണ്ടോ? നമ്മളെ കുന്തം കൊണ്ട് കുത്തുന്നവരും നമ്മളെ ചെകിട്ടത്തടിക്കുന്നവരും നമ്മളെ താഴ്ത്തിക്കെട്ടുവാൻ നോക്കുന്നവരും നമ്മളുടെ ദുഃഖത്തിലും പ്രയാസത്തിലും സന്തോഷിക്കുന്നവരിൽ അവർ നാളെ നമ്മുടെ കൂടെ സ്വർഗത്തിൽ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു യേശുവിന്. അതുകൊണ്ട് മാത്രമാണ് യേശു വിജയിച്ചത്.
അതുകൊണ്ട് മാത്രമാണ് യേശു അതെല്ലാം ദൈവത്വം എന്ന ആ അധികാരത്തെ മാറ്റിവെച്ചിട്ട് അവിടെ യേശു പത്രോസിനോട് പറയുകയാണ്, നിൻ്റെ വാൾ ഉറയിലിടുക. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും, നമ്മളുടെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പലപ്പോഴും പത്രോസിനെ പോലെയാണ്. എന്താ, ഒരു കാലത്ത് നമ്മൾ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് അധികാരികളുണ്ടായിരുന്നില്ല. മറിച്ച് വർഷങ്ങൾ കടന്നു, നമ്മൾ ബയോളജിക്കലി വലുതായി, അതുകൂടാതെ ആളുകളുടെ എണ്ണത്തിലും കൂടി. ഇന്ന് നാം പൊളിറ്റിക്കലി പവർഫുള്ളായി മാറി. നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും പൊളിറ്റിക്സിൽ നമുക്ക് വളരെ ശക്തമായ ഒരു 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 പവർ ചെലുത്താൻ പാകത്തിനുള്ള അത്രത്തോളം നമ്മൾ വളർന്നു കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ പറയുവാണ്, എൻ്റെ രാജ്യം എങ്ങാനും ഈ മുസ്ലിങ്ങളും ഈ ഹിന്ദുക്കളും ഈ ബുദ്ധന്മാരും പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? നാം മറന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. യേശു പറയുവാണ്, അവസാന നാളുകളിൽ എന്നിലുള്ള വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കാതിരുന്നാൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഭീരുത്വം കടന്നു വരും. യേശുവിൽ വിശ്വസിക്കാതിരുന്നാൽ നമ്മളുടെ ഹൃദയങ്ങളിൽ ഭയം കടന്നു വരും. നമ്മളുടെ രാജ്യം ഐഹികമല്ല, മറിച്ച് യേശു പറഞ്ഞ ആ രാജ്യം അത് നിത്യരാജ്യത്വമാണ്. യേശു ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാനായിരുന്നു എങ്കിൽ യേശുവിന് ഒരിക്കലും ആ ദൈവത്തെ ഉപേക്ഷിക്കേണ്ടായിരുന്നു. ആ സമയത്തെ ദൈവത്തിന് അവിടെ രാജ്യത്വം സ്ഥാപിക്കാമായിരുന്നു. മറിച്ച് യേശു അവിടെ പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരനായ ഹിന്ദു, എൻ്റെ കൂട്ടുകാരനായ മുസ്ലിമും, എൻ്റെ കൂട്ടുകാരനായ ബുദ്ധമതക്കാരനും, എൻ്റെ കൂട്ടുകാരനായ മെക്സിക്കോക്കാരനും, എൻ്റെ കൂട്ടുകാരനായ ഇന്ത്യക്കാരനും, എൻ്റെ കൂട്ടുകാരനായ ഈ ലോകത്തുള്ള അവരെല്ലാവരും ക്രിസ്തുവിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ അവരെല്ലാം അംഗീകരിക്കണം. ഞാൻ അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെൻ്റെയും സഹോദരന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അവരെ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ ആ ദൈവത്തിൻ്റെ വിജയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അങ്ങനെയുള്ളൊരു വിജയം മാത്രമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പല സഭകളെക്കുറിച്ച് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ദൈവം എല്ലാ സഭകളെക്കുറിച്ചും എഴുതുന്ന കാര്യമുണ്ട്. എന്തോ ഒരു കുറവ് നിങ്ങൾ കാണാനുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം നോക്കിയാൽ കുറവുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 3 പ്രസംഗങ്ങൾ ഒരേപോലെ വരണമെങ്കിൽ ദൈവം നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ്. ദൈവം നമ്മളിൽ തന്നെ ഇടപെടുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ മാറ്റുവാൻ, സ്നേഹിക്കുവാൻ, നമ്മളുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കുവാൻ, നമ്മളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, നമ്മളുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ. ഇന്ത്യയും എൻ്റെ രാജ്യമാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ ഇന്ത്യക്കാരെ പോയി നേടേണ്ടത് എൻ്റെ കടമയാണ്. അമേരിക്കയിലുള്ള കടന്നു വരുന്ന ഓരോരുത്തരെയും നേടേണ്ടത് എൻ്റെ കടമയാണ്. അവരെ പുറത്താക്കാനല്ല ഞാൻ ശ്രമിക്കേണ്ടത്, മറിച്ച് അവരെ നേടാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. അവരെ ദൈവത്തിന് വേണ്ടി കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഇവിടെയുള്ള ഓരോ രാജ്യങ്ങളിലും പോയി ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാവുന്നത്. എന്താ ദൈവത്തിൻ്റെ രാജ്യം? സാക്രിഫൈസ് ഉള്ള, ദൈവത്തിൻ്റെ സ്നേഹമുള്ള ദൈവത്തിൻ്റെ രാജ്യം എന്താണ് എന്ന് പഠിച്ചു പോയി അവരുടെ ഇടയിൽ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ ഓരോ ദിവസവും നയിക്കുന്നുവെങ്കിൽ മാത്രമേ നാം വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.